എനിക്ക് റോഷൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി പുള്ളിയുടെ ആക്ടിങ് പെർഫോമൻസ്. ജയറാമേട്ടൻ ഒരു ഗുരുവായൂരത്തെ കഥ പറഞ്ഞിട്ടുണ്ട്, ഒരു സബ്ഡൂൻ്റെ കഥ. നെക്സ്റ്റ് മമ്മൂക്ക. സാഡ് മൊമെന്റ്. അടുത്ത പ്രണയം. എൻ്റെ വിവാഹം ലവ് മാരേജ് ആയിരുന്നു. ഞാൻ പ്രതികരിക്കുന്ന മീഡിയം എൻ്റെ പെയിൻറ്റിങ്സ് ആയിരുന്നു. എൻ്റെ രാഷ്ട്രീയം ഞാൻ എൻ്റെ പെയിൻറ്റിങ്സിലൂടെ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. വെൽക്കം ടു മാറ്റ്നി ലൈവ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമയിലെ കുറച്ചധികം ശക്തമായ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ഒരാളാണ്. നമ്മുടെ കൂടെയുള്ള ആള് ആര്യ സലീം. ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഓസ്ലർ ഇറങ്ങി, അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അതിൻ്റെ ഒപ്പം ഞാനും ഇത്രയും ത്രൂ ഔട്ട് ഒരു പോലീസ് ക്യാരക്ടറായിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പിയാണ്. ചേച്ചി ഇപ്പൊ ചെയ്ത വേഷങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുറെ അധികം പോലീസ് വേഷങ്ങളാണല്ലേ? വാണി വിശ്വനാഥിനെയൊക്കെ പോലെ തന്നെ ഒരു ഐഡന്റിറ്റി ഒരു പോലീസ് വേഷത്തിന് കിട്ടണമെന്നാണ് ആഗ്രഹം? അങ്ങനെയില്ല, വെറൈറ്റീസ് ഓഫ് വേഷങ്ങൾ ചെയ്യാൻ പറ്റണം എന്നാണ്. ഇപ്പോൾ ഒരിടയ്ക്ക് ഞാൻ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയ ടൈമിലാണ് എനിക്ക് ഇരട്ട വരുന്നത്. ഇരട്ടയില് SP ആയിട്ടായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂർ പേരൂർ ക്ലബ്ബത്തിൽ ഒരു കോൺസ്റ്റബിൾ സാറാമ്മയായിട്ടാണ്. അതിൽ നിന്നാണ് ഫിലിമിന്റെ ഒരു സ്റ്റാർട്ടിങ് ജേർണി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? പണ്ടോട്ട് എങ്ങനെയായിരുന്നു ആഗ്രഹം? ഒരു സെലിബ്രിറ്റി ആകണം എന്നൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് ഒരു പാഷനേറ്റ് ആയിട്ട് സിനിമയിലേക്ക് വന്ന ആളാണോ? അങ്ങനെയല്ല, ഇതുപോലെ കുട്ടിക്കാലത്ത് ഇതുപോലെ നമ്മളോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, താല്പര്യമില്ല എന്ന് പറയാം. അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു UP ഹൈസ്കൂൾ ആ ടൈം ആയപ്പോൾ മോണാക്ടിനോടൊക്കെ താല്പര്യം തോന്നി. അപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ അങ്ങനെ പാരൻസിന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് തന്നെത്താനെ ഇങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ പരിപാടി എന്നുള്ള ഒരു 5 മിനിറ്റ് സെറ്റാക്കി ഞാൻ തന്നെ ഒരു കൊച്ചു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് സെക്കൻഡ് കിട്ടി. അപ്പോഴമ്മ പറഞ്ഞു, നീ എന്ത് കാണിച്ചിട്ടാ നിനക്ക് സെക്കൻഡ് കിട്ടിയത്? ഇനി പഠിപ്പിക്കാൻ വിടണ്ടേ, തന്നെ ചെയ്തോളൂ. അങ്ങനെ അതാണ് ഒരു സ്റ്റാർട്ടിങ്, അഭിനയത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ വന്നു. പിന്നെ അവിടെ MG യൂണിവേഴ്സിറ്റി നാടകോത്സവം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത് രതീഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ പേരൂർ ക്ലബ്ബിൻ്റെ ഡയറക്ടർ. അതിന് ശേഷമാണ് ഡയറക്ടർ ആവുന്നത്. അയക്കുമ്പോൾ ലോഹിദാസ് സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണോ സാറുമായിട്ട്? അതെ, ഞങ്ങൾ 2008 മുതലുള്ള ബന്ധമാണ്. അപ്പോൾ സാറിൻ്റെ ഏറ്റവും ഇത്രയും വർഷത്തെ പഴക്കമുള്ള ശിഷ്യ ഞാനാണ്. അപ്പോൾ സാറിൻ്റെ മൂവിയിൽ ഇതുപോലെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ആ ചെയ്യാൻ വെച്ചിരുന്ന ആള് മാറിപ്പോയി. അപ്പം അങ്ങനെ പകരം ഞാൻ വന്നതാണ്. അവിടെ വെച്ച് ചെമ്പൻചാരനെ പരിചയപ്പെട്ടു. ചെമ്പൻചാരൻ ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ ഈ മയവിലോട്ട്. പിന്നെ അവിടുന്ന് കണക്ഷനിൽ ആ ചെയ്ത ആ ഒരു സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത ആ ഒരു മോണാക്ട് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അത് മറക്കൂലല്ലോ, നമ്മൾ തന്നെ. എന്തായിരുന്നു ആ സ്റ്റോറി? അത് അന്ന് അതിന് വലിയ റെലവൻസ് ഉണ്ടായോന്ന് എനിക്കറിയില്ല. പക്ഷെ മുഴുക്കുടിയനായിട്ടൊരു അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് മോളെ പൈസ ഇങ്ങനെ പണിയെടുത്ത് ആ പൈസയ്ക്ക് മോളെ പഠിപ്പിക്കുന്നു. അപ്പോൾ മോക്ക് എന്തോ പരീക്ഷയ്ക്കോ എന്തിനോ വേണ്ടിയിട്ട് അമ്മ പൈസ വെച്ചിരുന്നു. അപ്പം അച്ഛൻ ഇതുപോലെ എടുക്കാൻ വരുമ്പോൾ കുട്ടി വേണ്ടെന്ന് പറയും. അപ്പോൾ കുട്ടിയെ പുള്ളി കൊല്ലുന്നതായിട്ടാണ് അതിൽ. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ അമ്മ ലൈക്ക് പോലീസുകാരെ അച്ഛനെ പിടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു ക്ലീശ സാധനമായിരുന്നു. പക്ഷെ ആണെങ്കിൽ എല്ലാ കാലത്തും നടക്കുന്ന ഇൻസിഡൻസ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ അങ്ങനത്തെ കഥകളൊക്കെ ഓക്കെ അങ്ങനെ ഒരു ഇതായിരുന്നു. ലൈക്ക് അതിൽ ലാസ്റ്റ് അമ്മ സ്വയം സൂയിസൈഡ് ചെയ്യുന്നതായിട്ടായിരുന്നു അതിൽ ചെയ്തത്. അന്നേ ഭയങ്കര അടിപൊളിയായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലും കലോത്സവങ്ങളും സ്റ്റേജുകളും ഒക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് അതിനുശേഷം ഞാൻ അവിടെ സ്കൂളിൽ നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ എന്നെ എടുത്തില്ല. ലൈക്ക് ഹൈറ്റിൻ്റെ ഇത് വെച്ചിട്ട് എന്തോ എടുത്തില്ല. അപ്പോൾ ലാസ്റ്റ് പോകാൻ നേരത്ത് അതിൻ്റെ പഠിപ്പിക്കുന്ന ആശാൻ പറഞ്ഞു, എന്നെയും പണ്ട് ഞാൻ നാടകത്തിൽ ചെന്നിട്ട് എടുത്തില്ല, ഇങ്ങനെ എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ നോക്കിയാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാറായിട്ട് വന്നില്ലേ, ചിലപ്പോൾ മോനും ഇതുപോലെ ഭാവിയിൽ വേറെ നല്ല ഓപ്ഷൻ കിട്ടിയാലോ. പക്ഷെ അന്ന് പറഞ്ഞത് എന്തോ സാറിന് തോന്നു. ലൈക്ക് കറങ്ങി തിരിഞ്ഞ് ഇന്നിപ്പോ അതിലും നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്നു.
നമ്മളിപ്പം ദേ കുറെ മൂവീസ് ഒക്കെ ഇറങ്ങി നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു, എത്തിന്ന് പറയാം അല്ലേ? അതായത് എൻ്റെ സ്റ്റാർട്ടിങ് ലൈനിൽ ഞാനൊന്ന് കയറിയിട്ടുണ്ട്, ഇനി ഫിനിഷിംഗ് ലൈൻ. അപ്പൊ ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ നന്ദി തോന്നുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്കൊരു താങ്ക് യു പറയണമെന്ന് തോന്നുന്ന ഒരാൾ ആരാണ്? ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാരും കാണുമായിരിക്കും. ഇപ്പോൾ ഫിലിം ആക്ടിങ് ഇതിലാണെങ്കിൽ ഓഫ് കോഴ്സ് രതീഷ് സാറാണ്. രതീഷ് സാറ് എന്നൊരാളില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും ഇവിടെ ഇരിക്കില്ല. അതെ, ഇപ്പോൾ തൃശ്ശൂർ പേരൂർ ക്ലബ്ബ് എന്നുള്ള മൂവി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആ മൂവി എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം എൻ്റെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് വന്നൊരു മൂവി ആയിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ സാറിനോട് ആക്ടിങ് കരിയറിൽ സാറിനോടാണ് താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടം വരെ എത്തിച്ചതിൽ ഇപ്പോൾ സപ്പോർട്ടില്ലായോ അതല്ല, എൻ്റെ പാരൻസിനോട് ഞാൻ ഭയങ്കര അധികം കടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് നമുക്ക് എന്തെങ്കിലും നല്ലൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പാരൻസ് എന്നാണ്. ഇപ്പൊ എന്താണ് ഇനി വരുന്ന പ്രൊജക്ട്സ്? ഇനി ഒരു മൂവി ചെയ്തിട്ടുണ്ട്, അത് അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ അത് മെയ് ഏപ്രിലായിരിക്കും. നമ്മുടെ ഇഷ്കിൻ്റെ ഡയറക്ടർ അനുരാജ് ചെയ്യുന്നൊരു മൂവിയാണ്. ഇതിപ്പോ സാറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് അന്നേരം അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പിന്നീട് ഇങ്ങോട്ടേ നമ്മൾ കരിയറിലൊക്കെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരായിരുന്നു ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ? ഈ പറഞ്ഞ പോലെ സാറും ഉണ്ട്. കാരണം ഈച്ച് ആൻഡ് എവറി മൂവി വരുമ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് ചോദിക്കും, സാറേ ഇങ്ങനൊരു കഥ ഞാൻ ചെയ്യട്ടെ. ലാസ്റ്റൊക്കെ ഇപ്പോൾ സാറ് പറയും, ഇത്രയും എന്നെ പോത്തേന്ന് വിളിക്കുന്ന രണ്ട് പേരുള്ളൂ ഈ ലോകത്ത്, ഒന്ന് എൻ്റെ അമ്മയും പിന്നെ സാറും. സാറേ ഇത്രയും പോത്ത് പോലെ വളർന്നു, ഇനി സ്വന്തമായിട്ട് തീരുമാനം എടുത്തോടെ. പക്ഷെ ഓക്കെ, നമുക്ക് ആ കഥ ഓക്കെ ആണെങ്കിലാണ് ലൈക്ക് ഞാൻ സാറിനോട് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ വായിന്ന് അങ്ങനെ കേട്ടാലും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഗുരുവായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ആളല്ലോ സാറ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഈ മയവ് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ കുറച്ച് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു. സിനിമയിലോട്ട് പോകുമ്പോൾ എന്താവും, എല്ലാവർക്കും എല്ലാ പാരൻസിനും ഉള്ള പോലെ എൻ്റെ പാരൻസിനും ആ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ലൈക്ക്, നീ പോയിക്കോ, നിനക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോ. അങ്ങനെ ഒരു നമുക്കൊരു ബാക്ക് ബോണായിട്ട് കൂടെ നിന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ പാരൻസിന് ഓക്കെയാണ്. ഇപ്പൊ അവരും അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ഓരോ വളർച്ചയിലും അവരും കൂടെ വളർന്നു വരുന്നുണ്ട്. ലൈക്ക് അവരുടെ ചിന്താഗതികളും മാറുന്നുണ്ട്. അപ്പോൾ ചേച്ചി പാട്ട് പാടും അല്ലേ? പാട്ടില്ല, ഞാനിപ്പോൾ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഡാൻസിൻ്റെതായ ഇത് പാടിക്കൊടുക്കും, അതിൻ്റെ ജതികള് അങ്ങനെ. നമുക്ക് വേണ്ടി ഒരു പാട്ട് ജതിയാണേലും മതി, പാടുമോ? അത് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. 3, 4 തളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തോം താ കുതനാ തകുചേ കുതജം തജ്ജം തജ്ജം തജം തത്തദ കുദനാ തകുജേ കുതജം തജ്ജം തജ്ജം തജം തത്താ കുദനാ തകുജേ കുതജം തത്തദ കുദനാ തകുജേ കുതജം തത്താ കുദനാ തകുജേ കുതജം തത്തദ കുദനാ തകുജേ കുതജം തത്താ കുദനാ കുതജം തദ കുദനാ കുതജം താ കുതജം തജം തജം കിടതെടുതും തക്കിടതെടുതും തക്കത്തി കുക്കിടതെടുതും. ഈ പറഞ്ഞ പോലെ എനിക്ക് ശ്വാസം ഇല്ല, ഞാൻ 1-2 ലൈനൊക്കെ എവിടെയൊക്കെയോ കൂടുതലും കുറവും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ താളം പോയിട്ടുണ്ട്. ചേച്ചിയുടെ മൂവീസ് എല്ലാം നോക്കുവാണെങ്കിൽ ഇരട്ടയാണേലും മിന്നൽ മുരളി, പോസ്റ്റലർ ആണേലും ഒക്കെ എല്ലാം നല്ല ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്, ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ ചേച്ചി സെലക്റ്റീവായിട്ട് ഇന്ന ക്യാരക്ടർ എടുക്കാന്നാണോ, അതൊരു ഭാഗ്യം കൊണ്ട് വരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണോ? രണ്ടുമുണ്ട്. ഒന്ന് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അപ്പം അങ്ങനെ അല്ലാത്ത ക്യാരക്ടേഴ്സും വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ നോക്കിയിട്ട് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തോരം സ്ക്രീൻ സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. ഇപ്പോൾ മിന്നൽ മുരളി ഈ മയവ് കണ്ടിട്ട് അങ്ങനെ അവരെ വിളിച്ച്, ഇരട്ട അതുപോലെ തന്നെ ഇരട്ട ലൈക്ക് എനിക്ക് പോവേണ്ടതായിരുന്നു. പക്ഷേ ഈ മിന്നൽ മുരളി കണ്ടിട്ട് അവർ വിചാരിച്ചൊരു 10-40 വയസ്സുണ്ടാവും, അങ്ങനെ വിചാരിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞു അത് നമ്മൾ കുറച്ചും കൂടി യങ്ങായിട്ടുള്ള ആളെ. ഞാൻ ചോദിച്ചു എത്ര യങ്ങാ നിങ്ങൾ ഉദ്ദേശിക്കുക? ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ വയസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ വിളിച്ചിട്ട് വെച്ചു നിങ്ങൾ എത്ര യങ്ങാ ഉദ്ദേശിക്കുന്നത്? 40 വയസ്സിൻ്റെ കാര്യമൊന്നും അവർ പറഞ്ഞില്ല.
അതിന് ശേഷമാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എത്രയെങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു 30-35 ആ ഗ്യാപ്പിലുള്ള. എനിക്ക് 32 വയസ്സുള്ളൂ. നിങ്ങളെന്താ? ഞാൻ പറഞ്ഞു ഈ മിന്നൽ മുരളി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യരുത്, നമ്മൾ മേക്ക് ഡൗൺ ചെയ്തിട്ടാണല്ലോ, അപ്പോൾ നിങ്ങൾ നേരിട്ട് കാണ്. അപ്പോൾ അവർ ഫോട്ടോസ് എന്തെങ്കിലും അയക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു. അവിടെ ചെന്നു. അവർ പറഞ്ഞു ഒരു ഫോർമൽ ഇട്ടുകൊണ്ട് വരണം. അങ്ങനെ ഒരു ഷർട്ടും പാൻറ്റും ഇട്ട് ചെന്ന് അവർ പറഞ്ഞ ഒരു കുറച്ച് കാര്യം ചെയ്തു. ഇന്നായി. ആദ്യമായിട്ട് ഓഡീഷന് പോകുന്ന മൂവി ഏതായിരുന്നു? ഓഡീഷനായിട്ട് ഇമയോ. ഇമയോ. ഇമയോന് ഇന്റർവ്യൂവിലാണ് ഞാൻ അറിയുന്നത് ഞാൻ ഓഡീഷൻ ചെയ്തതിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന്. അത് പിന്നീട് ലിജോ സാർ ഒരു റിപ്പോർട്ടർ എന്തോ ഒരു ഇന്റർവ്യൂവിലാണ് ഇങ്ങനെ പറയുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ആര്യ ഉണ്ടായിരുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ എന്താ ആര്യക്ക് കരയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ എന്തോ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവർ രണ്ടാമത് എന്നെ വിളിച്ചു. അപ്പം എനിക്ക് മറ്റേ KKPP മൂഡായിരുന്നു. പോയി. അപ്പോൾ വേറെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മരിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നു. അത് മോക്ക് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ടെൻഷനില്ലാത്ത കാരണം അത് അങ്ങോട്ട് ചെയ്തു. വേഗം സെലക്ട് ആയി. ഇപ്പം മിന്നൽ മുരളി ഇങ്ങനെ നമ്മളോരോ വേഷങ്ങൾ ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം ബോഡിയിൽ ചേഞ്ചസ് വരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരില്ലേ? ഒന്നെങ്കിൽ വണ്ണം വെക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ബോഡി ആക്കണം. അങ്ങനെ പോലീസ് സ്റ്റോറി വരുമ്പോൾ നമുക്ക് വരാറുണ്ട്. ഇപ്പൊ പോലീസ് വേഷങ്ങളാണെങ്കിൽ അവർ പറയും ബോഡി ഒന്ന് ഫിറ്റ് ആക്കി വെക്കാൻ പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതല്ലാണ്ട് റെഗുലർ ആയിട്ട് ഇങ്ങനെ ഞാൻ കിക്ക് ബോക്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 2-3 years ആയി. അതൊരു എന്തെങ്കിലും ഒരു മാർഷൽ ആർട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു. ആദ്യം കളരി പഠിക്കാനൊന്നും, അപ്പോൾ നമുക്ക് കളരി അന്ന് അവൈലബിൾ അല്ലായിരുന്നു പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കിക്ക് ബോക്സിംഗ് അതെവിടെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കിക്ക് ബോക്സിംഗ് പഠിച്ചത്? ഓസ്ലറിൽ കുറച്ച് ഫൈറ്റ് കട്ടായി പോയി. എന്നാലും റിയൽ ലൈഫിൽ ആർക്കിട്ടൊരു പഞ്ചൊക്കെ? റിയൽ ലൈഫിൽ ഞാൻ ഫൈറ്റിന് പോയിട്ടുണ്ട്, എന്താ ഫൈറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ എനിക്ക് നല്ല തേപ്പ് കിട്ടി. സെയിം കാറ്റഗറി അല്ല, അവർ എന്നേലും ഭയങ്കര ലൈക്ക് 60 വെയിറ്റ് വെച്ചിട്ട കാറ്റഗറി. 60 കാറ്റഗറിയിലുള്ളത് ഞാനൊരു 70-67 ആ കാറ്റഗറിയാണ്. അപ്പോൾ 2 കാറ്റഗറി മുകളിലുള്ളവരെ നമുക്കൊന്ന് അവർക്ക് അഡ്വാൻറ്റേജ് കൂടുതലാണ്, സ്പീഡ് കൂടുതലായിരിക്കും അവർക്ക്. അത് ഞാൻ പൊട്ടി. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നൈസായിരുന്നു. ഇപ്പോൾ സിനിമയിലോട്ട് വരുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, എനിക്ക് ഇന്ന ഒരാളുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണമെന്ന്. ചേച്ചിയുടെ കാര്യത്തിൽ ആരുടെ കൂടെയാണ് ഇനി അങ്ങനെ ഒരു ആഗ്രഹം, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു മൊമെന്റിന് വേണ്ടി? കുറേ പേരുണ്ട് അതിൽ. ഇപ്പോൾ ഫഹദ് ഫാസിൽ ആണെങ്കിലും, സൗബിനിക്ക, ദിലീഷ് ഏട്ടൻ, കുറേ ഉണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ തീരൊന്നുമില്ല. റോഷൻ മാത്യു. എനിക്ക് റോഷൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി പുള്ളിയുടെ ആക്ടിങ് പെർഫോമൻസ്. അതുപോലെ പുറത്താണെങ്കിൽ രൺവീർ സിംഗ് എൻ്റെ ഇച്ചിരി അത്യാഗ്രഹമാണ്. എന്നാലും എനിക്കെന്തോ രൺവീർ സിംഗിന് ഭയങ്കര ഇഷ്ടമാണ്. രൺവീർ സിംഗ്, പിന്നെ അതുപോലെ സിദ്ധാർത്ഥ്, നമ്മുടെ ബോയ്സിലേക്ക്. നമുക്കൊരു ഓപ്പണിംഗ് ആയല്ലോ, അപ്പോൾ എന്തായാലും അവസരങ്ങളൊക്കെ കിട്ടും. ചേച്ചി ഒരു ഡാൻസ് ടീച്ചർ കൂടിയാണ്, അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലേ? ചെയ്യും, നോക്കാം. ഡാൻസ് എനിക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന ഇഷ്ടമാണ്. അവരെ ചെയ്യിപ്പിച്ച് അവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ലൈക്ക് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കളിക്കുന്ന പോലെ ആയിരിക്കില്ല, പിറ്റത്തെ കൊല്ലം കുറച്ചും കൂടി ഭംഗിയായിട്ട് കളിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ വരയ്ക്കുമായിരുന്നു, ലൈക്ക് അത് ഈ മൂവിയുടെ കുറച്ച് ഇതും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എനിക്ക് വരയ്ക്കുന്നതിന് മൂഡ് ഭയങ്കര പ്രധാനം. ആ ഇരുന്ന് അങ്ങനെ അതിലിരുന്ന് ചെയ്യണം എന്നുള്ള, അപ്പം അങ്ങനെ ഒരു സ്പേസ് മിക്കവാറും കിട്ടാറില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഒരു ചെറിയൊരു സെഗ്മെന്റ് പോലെ ഞാൻ കുറച്ച് വേർഡ്സ് പറയും. വേർഡ്സ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും, ഷോർട്ടായിട്ടുള്ളത്. അപ്പോൾ ചേച്ചിക്ക് അതിൽ നിന്ന് എന്താ തോന്നുന്നത്, പെട്ടെന്നുള്ള മെമ്മറീസ് അല്ലെ എന്താണ് അതുമായിട്ട് കണക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, അത് പറയാം.
സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് വേർഡ് ജയറാമേട്ടൻ. ജയറാമേട്ടൻ കഥകൾ, ജയറാമേട്ടൻ്റെ കഥകൾ നമ്മൾ എപ്പോഴും അതായത് നമുക്കൊരു ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ ജയറാമേട്ടൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ബോറടിക്കില്ല. ഇഷ്ടംമാതിരി കഥകളുണ്ട്. അപ്പം അങ്ങനെ ജയറാമേട്ടൻ പറഞ്ഞ ഇതിലും ഫണ്ണി കഥകൾ ഏതൊക്കെയുള്ളത്? ജയറാമേട്ടൻ ഒരു ഗുരുവായൂരത്തെ കഥ പറഞ്ഞിട്ടുണ്ട്, ഒരു സബ്ഡുവിൻ്റെ കഥ. അത് ഞാൻ പറഞ്ഞ അത്രയും ഫണ്ണി ആവുമെന്ന് എനിക്കറിയില്ല. അത് ജയറാമേട്ടൻ പറയുന്ന രീതിക്കാണ് അത് ഫണ്ണി ആവുന്നത്. ജയറാമേട്ടൻ്റെ ഭയങ്കര ആരാധകനായ, അവിടെ എല്ലാം ജയറാമേട്ടന് ചെയ്തു കൊടുക്കുന്ന സബ്ഡു എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ കഥ. ഇതുപോലെ ജയറാമേട്ടൻ തൊഴാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ സബ്ഡു ഇങ്ങനെ പോവുക. അത് ഞാൻ പറഞ്ഞ ഫണ്ണി ആവുമെന്ന് എനിക്ക് എപ്പോഴും ഡൗട്ടാണ്. അത് ഭയങ്കര രസമുള്ള കഥയാണ്. ഞാൻ പറഞ്ഞ കഥേനെ കൊല്ലുന്നില്ല, പക്ഷെ ഇതായിരുന്നു അതിൻ്റെ കണ്ടന്റ്. സബ്ഡു ഇതുപോലെ എല്ലാം ജയറാമേട്ടന് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ പേര് തന്നെ ഒരു ഫണ്ണിയാണ്. അതുപോലെ സബ്ഡു പറയും, ജയറാമേട്ട ഞാൻ ഇങ്ങനെ വരാം, ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഓടും. അപ്പൊ പുള്ളി താഴെ ഒന്നും നോക്കുന്നില്ല, നേരെ ജയറാമേട്ടൻ പറയുന്ന രീതിക്ക് ജയറാമേട്ടാന്നും പറഞ്ഞുകൊണ്ട് സബ്ഡു നേരെ താഴോട്ട് പോയിരുന്നു. അതായത് ഒരു കാണയുണ്ടായിരുന്നു പുള്ളി. ആ ഒരു ജയറാമേട്ടനെ കണ്ട എക്സൈറ്റ്മെന്റിൽ നേരെ അങ്ങോട്ട് ഓടിച്ചെന്നു, നേരെ കാണയിലോട്ട് പോയി. ഒരു കഥയാണ്, പക്ഷെ അത് ജയറാമേട്ടൻ്റെ വേർഷനിൽ തന്നെ കേൾക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സബ്ഡുവിൻ്റെ ഹൈപ്പ് കിട്ടില്ല. ഓക്കെ, നമ്മുടെ അടുത്തത് ഇരട്ട. SP എന്നെ കൊണ്ട് ആദ്യം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മറ്റ് മൂവീസ് റെഫറൻസ് വയ്ക്കാൻ പോയപ്പോൾ മാർട്ടിൻ ചേട്ടൻ അതിൻ്റെ പ്രൊഡ്യൂസർ രോഹിത്, നമുക്ക് സ്ഥിരം ക്ലീഷേ SP വേണ്ട, സിനിമാറ്റിക് SP അല്ല, നമ്മൾ കുറച്ചും കൂടി റിയൽ ലൈഫ് SPനെ റെഫർ ചെയ്യുന്ന നല്ലത് അങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞു മറ്റേ ലൈക്ക് ഇപ്പോൾ ദിവ്യയ്ക്കൊരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രാമ ഷെയ്ഡുണ്ട്. പക്ഷെ ഇരട്ടയിലെ SP സവിത സത്യൻ, ഓക്കെ, ആ ക്യാരക്ടർ കുറച്ചും കൂടി കമാൻഡ് ഗോയിട്ട്. അതായത് ഇവർ കുറേ കേസുകൾ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ മേർഡേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കണ്ടിട്ടുള്ള ആ വണ്ടറും കാര്യങ്ങളും കുറവായിരിക്കും. അത് അവർ പറഞ്ഞു തരുന്ന, അവർ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത്രയും നമുക്ക് ഹൈപ്പ് കൊടുക്കണ്ട, കണ്ട് ഇവർ സ്ഥിരം കാണുന്ന സാധനം, അപ്പോൾ അവരെങ്ങനെയാണോ അത് മാനേജ് ചെയ്യുക അതുപോലെ കമാൻ വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഭയങ്കര കൂളായിട്ട് മാനേജ് ചെയ്ത് പോകുന്ന. നെക്സ്റ്റ് മമ്മൂക്ക. ഫാൻ മൊമെന്റ് എന്ന് വെച്ചാൽ മമ്മൂക്കാനെ ആദ്യം കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് പറയണമെന്ന് അറിയില്ലാണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു മമ്മൂക്ക എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെ മമ്മൂക്കാനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയും പറഞ്ഞില്ല, ഞാനൊരു ഫോർമൽ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഇട്ട് പോയി. പക്ഷെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അന്നത്തെ ദിവസം. ഇതുപോലെ അവിടെ നിൽക്കുവാ, മമ്മൂക്ക പോകുന്നുണ്ട്, അപ്പം ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുവാ, മമ്മൂക്ക വരുന്നു. അപ്പം എല്ലാവരും മാറി. അപ്പം എനിക്ക് വേറെ ഓടാൻ ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പം ഞാനവിടെ ഒരു ഗ്യാപ്പിൽ സ്റ്റക്കായി. അപ്പം ഞാനിങ്ങനെ നിൽക്കും, തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഈ പടത്തിലെ പോലീസുകാരി. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല, പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി അങ്ങോട്ട്. അതല്ലല്ലോ, വേറെ എവിടെയോ ആണല്ലോ, ഞാൻ വേറെ പടത്തിലും ഉണ്ട്. അതല്ലാതെ എനിക്കവിടെ വേറെ ചിന്തിക്കാനൊന്നുമില്ല. ഈ 2 വാക്ക് പറഞ്ഞ ആണല്ലേ എന്നും പറഞ്ഞിട്ട് മമ്മൂക്ക തിരിച്ചറിഞ്ഞപ്പോ ഒരു സന്തോഷം തോന്നിയില്ലേ? പൊതുവെ ആരും തിരിച്ചറിയുന്നില്ല എന്നൊരു വിഷമമൊക്കെ മാറിയില്ലേ? തിരിച്ചറിഞ്ഞോ ഇല്ലയോന്ന് എനിക്കറിയില്ല. ലൈക്ക് നമ്മളോട് സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഭയങ്കര എന്താ പറയാ, ഗൂസ് ബം മൂമെന്റ്സ് ആയിരുന്നു. അടുത്ത പ്രണയം. എൻ്റെ വിവാഹം ലവ് മാരേജ് ആയിരുന്നു. അങ്ങനെ അധിക കാലം അങ്ങനെ കൊണ്ടുപോയി നടന്ന അങ്ങനെ ഒരു പ്രണയമല്ല. ഞങ്ങൾ എന്താ പറഞ്ഞ കുറച്ച് കോംപ്ലിക്കേഷൻസിലൂടെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു. അത് പിന്നീട് പ്രണയത്തിലോട്ട് വന്നത്. ലക്ഷ്യം അഭിനയം തന്നെയാണ്. അതിൽ എന്നെ കൊണ്ട് ഇന്നതേ പറ്റുള്ളൂ എന്ന് ആൾക്കാർ വരയിടുമ്പോൾ ആ വരം അയച്ചിട്ട് ഞാനൊരു ഒരു സ്ഥലത്തിട്ടിട്ടുണ്ട്, അവിടെ എത്തണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എവിടെയെങ്കിലും ഇങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ടോ? ലൈക്ക് വർത്താനം കൊണ്ട് പ്രതികരിക്കാൻ ഞാൻ ഭയങ്കര വീക്കാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ടൈം ആണെങ്കിലും ഞാൻ പ്രതികരിക്കുന്ന മീഡിയം എൻ്റെ പെയിൻറ്റിങ്സ് ആയിരുന്നു. എൻ്റെ രാഷ്ട്രീയം ഞാൻ എൻ്റെ പെയിൻറ്റിങ്സിലൂടെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ വേർഡ്സ് അത്രയും എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ അത്രയും മൂർച്ച എൻ്റെ വേർഡ്സിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ
കൂടുതലും ഞാൻ ആ പെയിൻറ്റിങ്സിൽ കൊണ്ടുവരുന്ന സബ്ജക്റ്റുകളായിരുന്നു എൻ്റെ രാഷ്ട്രീയം. ആ പെയിന്റിങ്സ് ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? നമുക്കൊരു ഭാവിയിൽ ഒരു എക്സിബിഷൻ ഒക്കെ പ്രതീക്ഷയാവും. ഇതുപോലെ MA ചെയ്യുമ്പോൾ നമ്മളൊരു വർക്ക് ചെയ്തിരുന്നു. അത് കേരള ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിബിഷന് സെലക്റ്റഡ് ആയിട്ട്. അത് പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ആ ടൈമിൽ എനിക്ക് ആ സ്ഥലത്ത് ഉണ്ടാവാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ പേപ്പറിൽ എനിക്ക് എൻ്റെ വർക്കിൽ ഒരാളിങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാൻ പറ്റി. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ വർക്ക് എക്സിബിഷന് സെലക്റ്റഡ് ആവാം. ഓക്കെ, അതൊക്കെയായിരുന്നു ഒരു സന്തോഷം എന്ന് പറയുന്ന moments. മിഥുൻ ചേട്ടന്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഓസ്ലറിന്റെ സെറ്റും മിഥുൻ ചേട്ടന്റെ സപ്പോർട്ടും ഒക്കെ. മിഥുൻ ചേട്ടൻ ഭയങ്കര, നമ്മള് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്താ ഊട്ടൂസേ എന്താ ടെൻഷൻ അങ്ങനെയാ നമ്മള്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് അതിലുള്ള ഒരു ലേഡി ക്യാരക്ടർ ഞാനാ. അപ്പോൾ ബാക്കി എല്ലാവരും വന്നും പോയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ഒരു 45 days നമ്മളുള്ള. അപ്പം നമുക്ക് എല്ലാ ടൈമിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം എന്നില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ പറ്റിയേ, അല്ല വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയുകയും ചെയ്യും, നമ്മൾ കാമാക്കേണ്ടടുത്ത് കാമാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി വെക്കും. പിന്നെന്താ, നമുക്ക് ചിരിച്ച മുഖത്തോടെ, അപ്പോൾ വഴക്ക് പറഞ്ഞാലും നമുക്ക് ആ ചിരിച്ച മുഖത്തോടെ മിഥുനേട്ടനെ നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ കാമാക്കി വെക്കാൻ മിഥുനേട്ടനെ കഴിഞ്ഞിട്ടുള്ളൂ. അത് എന്താ, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്താ പറയേണ്ടതെന്ന്. പക്ഷെ ഭയങ്കര താങ്ക്ഫുൾ ആണ് മിഥുനേട്ടനോട്. ഇപ്പോൾ ഓസ്ലർ ചെയ്തപ്പോഴെങ്കിലും എന്നെ ഭയങ്കരമാണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിഥുനേട്ടൻ. കുട്ടൂസേ നിക്നെയിം ആണ്. കുട്ടൂസേ അതാ എനിക്ക് സെറ്റിൽ വീണ ഒരു പേരാണ്. അത് അവര് അതിലൊരു എടി ഇങ്ങനെ ജസ്റ്റ് കളിച്ച അത്. പിന്നെ മിഥുനേട്ടൻ എന്തോ ഇതിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതില്. ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ നമ്മള് നോക്കുമ്പം ഒരു നാട്ടിൻപുറത്തുകാരി സ്റ്റൈലിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് നാട്ടുവിശേഷങ്ങളും വീടും ഒക്കെ ആയിട്ട്? ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ എരൂരാണ്, തൃപ്പൂണിത്തുറ എരൂര്. പിന്നെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് മരിച്ചതിന് ശേഷം നമ്മൾ കാലടിയിലോട്ട് പോയി. അവിടെ അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മയുടെ ജോലി അമ്മക്ക് പോയി വരാനുള്ളതിന് നമ്മൾ കാലടിയിൽ അങ്ങനെ ഒരു +2 വരെ കാലടിയിലായിരുന്നു. കഴിഞ്ഞ് +2 കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എഗെയിൻ തൃപ്പൂണിത്തുറയിലോട്ട് ഞാൻ വന്നു. ഞാൻ കൊച്ചിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. ഇവിടെ തൃപ്പൂണിത്തുറ RLV കോളേജിൽ BFA MFA പെയിൻറ്റിങ് അവിടെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് എഗെയിൻ വെണ്ണലയിൽ ഇപ്പോൾ സെറ്റിലായിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഇടയ്ക്കത്തെ ഇന്റർവ്യൂസിലൊക്കെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ആരും കണ്ടാൽ എന്നെ അങ്ങനെ തിരിച്ചറിയുന്നില്ല. മിന്നൽ മുരളിയിലൊക്കെ ട്രോൾ പയ്യിങ്ങനെ അവരെ കൗണ്ടറൊക്കെ വരുന്നുണ്ടായിരുന്നു, ലൈറ്റ് ഇട്ടുകൊണ്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പോസ്റ്റർ നൽകിയതിന് ശേഷം കുറച്ചുകൂടി ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നില്ലേ? അതും വൻ കോമഡിയാണ്. ഓസ്ലറിന്റെ തിയേറ്റർ പ്രൊമോഷന് ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ പല പല രൂപത്തിൽ പോകുന്നോണ്ട് ഇതുപോലെ തിരിച്ചറിയാൻ അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഐഡന്റിറ്റി ക്രൈസിസ് കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു RDXും മിന്നൽ മുരളിയും വന്നപ്പോൾ ഒന്നും കൂടി മാറിയിട്ടുണ്ട്. ആൾക്കാർക്ക് എവിടെയോ കണ്ട് പരിചയം. ലൈക്ക് മിന്നൽ മുരളി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഓസ്ലറിന്റെ ഇനിയിപ്പോൾ OTT ഒക്കെ ആവാറാവുമ്പോഴേക്കും കുറച്ചും കൂടി ആൾക്കാർ ബെറ്റർ ആയിരിക്കും. ചേച്ചി പറഞ്ഞു കിക്ക് ബോക്സർ ആണ് എന്ന്. അപ്പം നമ്മൾ മാറ്റ്നിയുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷിക്കാണ്ട് തെളിയിക്കാണ്ട് പോകുന്നത് മോശമല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ചെയ്തു നോക്കാം. ഈ വേഷത്തിൽ കോമഡി ആവുമെന്ന് അറിയില്ല, നമുക്ക് ചെയ്തു. ചേച്ചി, അപ്പം നമ്മുടെ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അതായത് പോസ്റ്റർ ഇറങ്ങി ഹൗസ്ഫുള്ളാന്ന് അറിയുന്നതിൽ സന്തോഷം. അപ്പം ഇനിയും കാണാത്തവരുണ്ടാവും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ OTT വരാൻ വെയിറ്റ് ചെയ്യരുത്. ഇതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഓസ്ലർ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂസ് മെസ്സേജായിട്ടോ കോളായിട്ടോ എങ്ങനെയാണെങ്കിലും അറിയിക്കണം. താങ്ക് യു.